So today we are going to discuss about the second type of biasing circuit, that is collector to base bias circuit. ഓക്കെ, അപ്പോൾ അതിന്റെ കളക്ടർ ടു ബേസ് ബയാസ് സർക്യൂട്ടിന്റെ ഫിഗർ കാണുകയാണെങ്കിൽ നിങ്ങൾ ഫിക്സഡ് ബയാസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം? ഇൻ ഫിക്സഡ് ബയാസ് സർക്യൂട്ട് ദിസ് ബേസ് റെസിസ്റ്റൻസ് RB ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു VCC ആയിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് ഈ RB എന്ന് പറയുന്ന ബേസ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇൻ കേസ് ഓഫ് കളക്ടർ ടു ബേസ് ബയാസ് സർക്യൂട്ട് the resistance RB is connected to the collector side. Collector side ലേക്കാണ് ഈ റെസിസ്റ്റൻസ് RB എന്ന് പറയുന്ന റെസിസ്റ്റൻസ് collector side ലേക്കാണ് in the case of collector to base bias സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ RB എന്ന് പറയുന്ന റെസിസ്റ്റൻസ്. ഓക്കെ, സോ അതാണ് മേജർ ഡിഫറൻസ്. ഇതായിരുന്നു നമ്മുടെ ഫിക്സഡ് ബയാസ് സർക്യൂട്ട്. അവിടെ ബേസിൽ നിന്നുള്ള റെസിസ്റ്റൻസ് RB ഡയറക്ട്ലി VCC ആയിട്ടാണ് കണക്ട് ചെയ്തിരുന്നത്. ബട്ട് ഇവിടെ ഡയറക്റ്റ് VCC ആയിട്ടല്ല കണക്ട് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് കളക്ടർ ടു ബേസ് ബയാസ് സർക്യൂട്ട്. ഇവിടെ ഈ ബേസ് റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ടു ദ കളക്ടർ സൈഡ്. സോ ഈ ബേസ് റെസിസ്റ്റൻസ് ഇറ്റ് വിൽ ബി ആക്ടിങ് ലൈക്ക് എ ഫീഡ്ബാക്ക്. ഈ ബേസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ആക്ടിങ് ലൈക്ക് എ ഫീഡ്ബാക്ക് ഫ്രം കളക്ടർ ടു ബേസ്. കളക്ടർ ടു ബേസ് എന്നുള്ള രീതിയിൽ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആയിട്ടാണ് ഈ ബേസ് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുക. ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആയിട്ടാണ് ഈ ഒരു ബേസ് റെസിസ്റ്റൻസ് ഇവിടെ ആക്ട് ചെയ്യുക. ഓക്കെ, സോ ദിസ് സർക്യൂട്ട് ഈസ് ഓൾസോ കോൾഡ് ആസ് കളക്ടർ ഫീഡ്ബാക്ക് ബയാസ്. ബേസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഫീഡ്ബാക്ക്, കളക്ടറിൽ നിന്ന് ഒരു ബേസിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ ദിസ് സർക്യൂട്ട് ഈസ് ഓൾസോ കോൾഡ് ആസ് കളക്ടർ ഫീഡ്ബാക്ക് ബയാസ്. ഓൾസോ ഇറ്റ് ഈസ് കോൾഡ് ആസ് സെൽഫ് ബയാസ് സർക്യൂട്ട്. സെൽഫ് ബയാസ് സർക്യൂട്ട് എന്നും ഈ ഒരു സർക്യൂട്ടിന് നമ്മൾ പറയും. Okay, the base resistor RB is connected to the collector rather than to VCC as in base bias arrangement. ഇതായിരുന്നു നമ്മുടെ ബേസ് ബയാസ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഫിക്സഡ് ബയാസ് അറേഞ്ച്മെന്റ്. അവിടെ ഈ ബേസ് റെസിസ്റ്റൻസ് ഡയറക്ട്ലി നമ്മൾ VCC-യിലേക്കായിരുന്നു കണക്ട് ചെയ്തിരുന്നത്. ബട്ട് ഹിയർ ദ റെസിസ്റ്റൻസ് RB, ബേസ് റെസിസ്റ്റൻസ് RB ഈസ് കണക്റ്റഡ് ടു ദ കളക്ടർ സൈഡ്. ഓക്കെ, സോ അതാണ് മേജർ ഡിഫറൻസ്. ഓക്കെ, so the collector gives a negative feedback to achieve stability. So നമ്മൾ പറഞ്ഞു ഫിക്സഡ് ബയാസ് സർക്യൂട്ടിന്റെ കേസിൽ നമ്മുടെ ക്യൂ പോയിന്റ് സ്റ്റെബിലിറ്റി വളരെ പുവർ ആണ്. ഓക്കെ, സോ ആ ഒരു ഡ്രോബാക്ക് ഓവർകം ചെയ്യാനാണ് നമ്മൾ ഇവിടെ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആയിട്ട് RB കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു നെഗറ്റീവ്, കളക്ടറിൽ നിന്നൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് നമ്മൾ ഈ റെസിസ്റ്റൻസ് RB കൊടുത്തിരിക്കുകയാണ്. ബിക്കോസ് ഓഫ് ദാറ്റ് stability will be improving. Stability, നമ്മുടെ ക്യൂ പോയിന്റിന്റെ സ്റ്റെബിലിറ്റി will be improving in the case of collector to base bias circuit. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ RB എന്ന് പറയുന്ന റെസിസ്റ്ററിൽ ഒഴുകുന്ന കറണ്ട് IB, ഇവിടെയുള്ള കറണ്ട് IC. സോ ഇവിടെയുള്ള കറണ്ട് എന്തായിരിക്കും? IC പ്ലസ് IB ആയിരിക്കില്ലേ? IC പ്ലസ് IB ആയിരിക്കില്ലേ? അതായത് നമ്മൾ ഇവിടെ ഒരു നോഡ് എടുത്തു, നോഡിലുള്ള ഔട്ട് ഗോയിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ IB ആൻഡ് IC. അപ്പൊ ഇൻകമിങ് കറണ്ട് എന്തായിരിക്കും? രണ്ടിന്റെ സമ്മായിരിക്കണ്ടേ. സോ ഇൻകമിങ് കറണ്ട് എന്തായിരിക്കും? IC പ്ലസ് IB. സോ ബേസിലോട്ട് ഒഴുകുന്ന കറണ്ട് ബേസ് കറണ്ട്, കലക്ടറിലോട്ട് ഒഴുകുന്ന കറണ്ട് കലക്ടർ കറണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഈ റെസിസ്റ്റർ RC എന്ന് പറയുന്ന റെസിസ്റ്ററിന് അക്രോസ് ഒഴുകുന്ന കറണ്ട് വിൽ ബി IC പ്ലസ് IB. ഈ ഫിഗർ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും IC പ്ലസ് IB ആയിരിക്കും. ഓക്കെ, then this is the improved version of fixed bias circuit. Fixed bias circuitൽ നമ്മൾ പറഞ്ഞു ക്യൂ ഫാക്ടർ സ്റ്റെബിലിറ്റി വളരെ പുവർ ആണ്. സോ in the case of collector to base bias circuit, the stability is little bit improved because of this negative feedback from the collector. ഈ കളക്ടറിൽ നിന്നുള്ള ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കാരണം ഇവിടെ സ്റ്റെബിലിറ്റി ലിറ്റിൽ ബിറ്റ് ഇംപ്രൂവ്ഡ് ആണ്. The negative feedback creates a compensating effect that tends to keep Q point stable. ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇറ്റ് വിൽ ബി ക്രിയേറ്റിംഗ് എ കോമ്പൻസേറ്റിംഗ് എഫക്ട്. അതായത് കൂടുന്ന സമയത്ത് കുറക്കാൻ വേണ്ടി നോക്കും. ഇറ്റ് വിൽ ബി ക്രിയേറ്റിംഗ് എ കോമ്പൻസേറ്റിംഗ് എഫക്ട് ദാറ്റ് ടെൻസ് ടു കീപ് ദ ക്യൂ പോയിന്റ് സ്റ്റേബിൾ. അങ്ങനെ നമുക്ക് ക്യൂ പോയിന്റ് സ്റ്റേബിൾ ആയിട്ട് ഇവിടെ നിലനിർത്താൻ പറ്റും. ഓക്കെ, അത് എങ്ങനെയാണെന്നുള്ള കാണാം. ഓക്കെ, സോ അസ്യൂം എ ടെമ്പറേച്ചർ ഇൻക്രീസ്, it will increase IC.
വിച്ച് കോസ് മോർ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ സി. അതായത് ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ഇവിടെ നടന്നു. ടെമ്പറേച്ചർ ഇൻക്രീസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം ഐ സി ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ടെമ്പറേച്ചർ അല്ലേ. അപ്പൊ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഐ സി കൂടും അല്ലേ. ഐ സി കൂടുന്ന സമയത്ത് നോർമലി നമ്മുടെ ക്യൂ പോയിന്റ് ഷിഫ്റ്റ് ആവും. സോ ടെമ്പറേച്ചർ കൂടിയ സമയത്ത് ഐ സി കൂടി. ഐ സി കൂടിയാൽ ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ്, ഈ ആർ സിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് കൂടില്ലേ. ആർ സിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് കൂടും. ഐ സി കൂടുന്ന സമയത്ത് ആർ സിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് കൂടും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ വിത്ത് മോർ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ സി വി സി വിൽ ഡിക്രീസ്. ഇവിടെ നമ്മളൊരു വോൾട്ടേജ് വി സി എടുത്തു ഈ ഒരു നോഡില്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു ആർ സിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് കൂടുന്ന സമയത്ത് ഈ വി സി ഇവിടെ കുറയില്ലേ. കാരണം എന്താ? കാരണം ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ വി സി സി മൈനസ് വി സി ആണ്. വി സി സി മൈനസ് വി സി ആയിരിക്കും ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ്. വി സി സി ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലെ. അപ്പോ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ വി സി കുറഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ. വി സി കുറഞ്ഞാൽ മാത്രമേ ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കൂടുള്ളൂ. കാരണം വി സി സി കോൺസ്റ്റന്റ് ആണ്. സോ ഐ സി കൂടുന്ന സമയത്ത് ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കൂടും. ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സി കുറയും. ഈ വി സി കുറയും. ഓക്കെ, സോ വി സി കുറയുമ്പോ എന്താ സംഭവിക്കുക? ദ ഡിക്രീസ് ഇൻ വി സി കോസസ് വി സി ബി ടു ഡിക്രീസ്. ഇവിടെ വി സി ബി കലക്ടർ ബേസ് ടെർമിനലിലുള്ള വോൾട്ടേജ് ആണ് വി സി ബി. അപ്പോ വി സി ഇവിടെ കുറഞ്ഞു പറഞ്ഞു. വി സി കുറഞ്ഞാൽ എന്ത് പറ്റും? വി സി ബി എന്ന് പറഞ്ഞാൽ വി സി മൈനസ് വി ബി ആണ്. വി സി മൈനസ് വി ബി ആണ് വി സി ബി. വി ബി നമുക്കറിയാം 0.7 വോൾട്ടേജ് ആയിരിക്കും. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. 0.7 വോൾട്ടേജ് ആയിരിക്കും വി ബി. അപ്പൊ വി സി കുറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കും? വി സി ബിയും കുറയും അല്ലെ. വി സി ബിയും കുറയും. അപ്പോ നമുക്കറിയാം ഈ ബേസ് കറണ്ട് ഐ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാ? വി സി ബി. വി സി ബി ബൈ ആർ ബി ആയിരിക്കും ഈ ഐ ബി. അപ്പൊ വി സി ബി കുറഞ്ഞാൽ എന്ത് കുറയും? ഐ ബിയും കുറയും അല്ലെ. വി സി ബി കുറഞ്ഞാൽ ഐ ബിയും കുറയും. സോ ദ ഡിക്രീസ് ഇൻ വി സി കോസസ് വി സി ബി ടു ഡിക്രീസ്. വി സി ബി കുറയും. ഓക്കെ, വിച്ച് റെഡ്യൂസസ് ഐ ബി. വി സി ബി കുറയുന്നത് കൊണ്ട് ഐ ബിയും കുറയും. ഓക്കെ, സോ ആസ് ഐ ബി ഈസ് ഡിക്രീസ്ഡ് ഐ സി വിൽ ഡിക്രീസ്. നമുക്കറിയാം ഐ സി ഈക്വൽ ടു ബീറ്റ ഐ ബി ആണല്ലേ. അപ്പൊ ഐ ബി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഐ സിയും കുറയും. ഓക്കെ, അപ്പൊ ഇനീഷ്യലി ഐ സി കൂടി, അത് ആ ഒരു എഫക്ട് കോമ്പൻസേറ്റ്, ഐ ബി കുറച്ചുകൊണ്ട് ഇവിടെ കോമ്പൻസേറ്റ് ചെയ്തു. കാരണം വീണ്ടും ഐ സി എന്ന് പറയുന്ന വാല്യൂ ഇവിടെ കുറഞ്ഞു വരും. സോ the original increase in temperature is compensated by a smaller bias current by negative feedback. ഇവിടെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തിട്ട് നമ്മൾ ഈ ബേസ് കറണ്ട് ഡിക്രീസ് ചെയ്തു. ബേസ് കറണ്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഐ സിയും കുറയും. സോ എന്താ? ഇവിടെ ഒരു കോമ്പൻസേറ്റിംഗ് എഫക്ട് നടന്നു. അതായത് ഇനീഷ്യലി ഐ സി കൂടി, ടെമ്പറേച്ചർ കൂടിയപ്പോൾ ഐ സി കൂടി, ബട്ട് ഐ ബി കുറച്ചുകൊണ്ട് നമ്മൾ ഐ സി വീണ്ടും കുറച്ചു കൊണ്ടുവന്നു. ഓക്കെ, സോ ഒരു കോമ്പൻസേഷൻ എഫക്ട് ഇവിടെ നടന്നു. സോ thus the original increase in temperature is compensated by a smaller bias current by negative feedback. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇവിടെയുള്ള ഓപ്പറേഷൻ. സോ നമ്മൾ ഫിക്സഡ് ബയാസ് സർക്യൂട്ടിൽ ഓൾറെഡി കണ്ടു. സർക്യൂട്ടിലെ ഇൻപുട്ട് അനാലിസിസും ഔട്ട്പുട്ട് അനാലിസിസും നടത്തിയിട്ടാണ് നമ്മൾ പാരാമീറ്റേഴ്സ്, അതായത് ഡി സി ലോഡ് ലൈൻ പാരാമീറ്റേഴ്സ് ആയ ഐ സി, ഐ ബി, വി സി ഒക്കെ കണ്ടുപിടിക്കുന്നത്. സോ ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഇൻപുട്ട് അനാലിസിസ് നടത്തുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഇൻപുട്ട് സൈഡ്. ഈ നീല വരയിൽ വരച്ചിരിക്കുന്നതായിരിക്കും നമ്മുടെ ഇൻപുട്ട് സൈഡ്. അതായത് വി സിയിലൂടെ വന്ന് ആർ സി, ആർ ബി, ദെൻ വി ബി, ദെൻ ഗ്രൗണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഇൻപുട്ട് സൈഡ് എന്ന് പറയുന്നത്. ഇൻപുട്ട് സൈഡ് എന്ന് പറയുന്നത് ഇതായി. സോ ഇവിടെ നമ്മൾ കെ വി എൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും? വി സി സി മൈനസ് ഇവിടെയുള്ള ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ സി പ്ലസ് ഐ ബി ആണ്. സോ ഐ സി പ്ലസ് ഐ ബി ഇൻറ്റു ആർ സി, ഐ സി പ്ലസ് ഐ ബി ഇൻറ്റു ആർ സി. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെയുള്ള കറണ്ട് ഐ ബി ആണ്, റെസിസ്റ്റർ ആർ ബി ആണ്. സോ ഐ ബി ഇൻറ്റു ആർ ബി മൈനസ് ഐ ബി ഇൻറ്റു ആർ ബി. ഇവിടെയുള്ള വോൾട്ടേജ് വി ബി ആണ്. സോ മൈനസ് വി ബി വിച്ച് വിൽ ബി ഈക്വൽ ടു 0. സോ വി സി സി മൈനസ് ഐ സി പ്ലസ് ഐ ബി ഇൻറ്റു ആർ സി മൈനസ് ഐ ബി ആർ ബി മൈനസ് വി ബി ഈക്വൽ ടു 0. ഇത് നമ്മൾ വി സി സിയുടെ ടേംസിൽ എഴുതുന്ന സമയത്ത് വി സി സി വിച്ച് വിൽ ബി ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ്, ഇവിടെ എന്ത് സംഭവിക്കാം? ഇവിടെ നമുക്ക് ഇത് ആർ സി ഐ ബി ഉണ്ട്, അതുപോലെ ഐ ബി ആർ ബി ഉണ്ട്. സോ ഐ ബി ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം?
ഐ ബി ഇൻറ്റു ആർ ബി പ്ലസ് ആർ സി പ്ലസ് വി ബി എന്ന് എഴുതാം അല്ലേ? ഐ ബി ഇൻറ്റു ആർ ബി പ്ലസ് ആർ സി എന്ന് എഴുതാം അല്ലേ? ഇവിടെ ഐ ബി ആർ സി ഉണ്ട്, ഇവിടെ ഐ ബി ആർ ബി ഉണ്ട്. സോ അത് രണ്ടും ഒരുമിച്ച് എടുക്കുന്ന സമയത്ത് നമുക്ക് ഐ ബി ഇൻറ്റു ആർ ബി പ്ലസ് ആർ സി പ്ലസ് വി ബി എന്ന് എഴുതാം. സോ ഇങ്ങനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇനി നമുക്കറിയാം current amplification factor beta for a common emitter amplifier which will be equal to IC by IB. So IC നമുക്ക് എന്ത് എഴുതാം? IC is equal to beta into IB. So നമ്മുടെ first parameter IC which we can write as beta into IB. So IC equal to beta into IB ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ നമുക്ക് IC ഉണ്ടല്ലോ, ഈ ICക്ക് നമ്മൾ ബീറ്റ IB എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഈ ഒരു ഇക്വേഷൻ? VCC equal to beta into RC into IB plus IB into RB plus RC plus VB. ഇങ്ങനെ നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് ഇക്വേഷൻ എഴുതാം. കാരണം ഇവിടെ എന്താ, ICക്ക് പകരം ബീറ്റ IB എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായി. ഓക്കെ, സോ ഇതിൽ നിന്നും നിങ്ങൾക്ക് കാണാം എന്താണ്, ഇവിടെ IB ഉണ്ട്, ഇവിടെ IB ഉണ്ട്. സോ IB നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബീറ്റ ഇൻറ്റു RC പ്ലസ് RC പ്ലസ് RB ഇൻറ്റു IB എന്ന് എഴുതാം. കാരണം ഇവിടെ IB ഉണ്ട്, ഇവിടെ IB ഉണ്ട്. സോ IB കോമൺ ആയിട്ട് എടുക്കുന്ന സമയത്ത് ബീറ്റ ഇൻറ്റു RC പ്ലസ് RB ഇൻറ്റു IB പ്ലസ് VB എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ എന്താ, RC കോമൺ ആണ്. സോ ഇവിടെ RC കോമൺ ആയിട്ട് എടുക്കുന്ന സമയത്ത് VCC ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഇൻറ്റു RC പ്ലസ് RB ഇൻറ്റു IB പ്ലസ് VB. സോ ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതാം. സോ ഇതിൽ നിന്ന് നമ്മൾ IB കണ്ടുപിടിക്കുകയാണെങ്കിൽ IB is equal to VCC minus VB divided by ഈ ടേം beta plus 1 into RC plus RB. സോ ഇതാണ് നമ്മുടെ IB-യുടെ ഇക്വേഷൻ. ഇൻപുട്ട് അനാലിസിസ് നടത്തിയപ്പോൾ നമുക്ക് IB-യുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, VCC minus VB divided by beta plus 1 into RC plus RB. സോ ഇവിടെ VB നമുക്കറിയാം അല്ലേ, ഇറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ ദ മെറ്റീരിയൽ. ഏത് ട്രാൻസിസ്റ്റർ ഏത് മെറ്റീരിയൽ വെച്ച് ആണ് ഉണ്ടാക്കിയത് അതാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഒരു സിലിക്കൺ ആണെങ്കിൽ 0.7 വോൾട്ടേജ് ആയിരിക്കും, ജർമാനിയം ആണെങ്കിൽ 0.3 വോൾട്ടേജ് ആയിരിക്കും. ബട്ട് വെൻ കമ്പയറിംഗ് ടു VCC, VBE എന്ന് പറയുന്നത് വെരി സ്മോൾ വാല്യൂ ആണ്. സോ VB വി കൻ അപ്രോക്സിമേറ്റ് ടു VB നമുക്ക് 0 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. IB is equal to approximately equal to VCC divided by beta plus 1 into RC plus RB. ഇങ്ങനെ നമുക്ക് IB മാറ്റി എഴുതാൻ പറ്റും when we are approximating VBE equal to 0 ആണെങ്കിൽ. സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട് അനാലിസിസ്. സോ ഇവിടെ ICയും കിട്ടി, IBയും കിട്ടി. സോ ആൻഡ് ഓൾസോ വൺ മോർ തിങ് ഹിയർ, VCE എന്ന് പറയുന്നത് VCB മൈനസ് VBE ആയിരിക്കും. VCB മൈനസ് VBE ആയിരിക്കും എന്ത്, VCE എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം IB എന്ന് പറയുന്നത് IB is equal to VCB by RB ആണ്. IB എന്ന് പറയുന്നത് ഇവിടെയുള്ള വോൾട്ടേജ് VCB by RB ആണ്. സോ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ IC കൂടുന്ന സമയത്ത് RCക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് കൂടി, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RC കൂടി. ഓക്കെ, RCയുടെ വോൾട്ടേജ് ഡ്രോപ്പ് കൂടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള VC എന്ന് പറയുന്ന വോൾട്ടേജ് കുറയും. ഓക്കെ, ദെൻ VC എന്ന് പറഞ്ഞ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ VCB എന്ത് സംഭവിക്കും, VCB കുറയും. കാരണം VCE കുറയും, ആ സമയത്ത് എന്താവും, VCB കുറയും. VCB കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, IB കുറയും. കാരണം IB നമുക്കറിയാം VCB by RB ആണ്. സോ IB കുറയും. സോ IB കുറഞ്ഞാൽ വീണ്ടും IC കുറയും. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഓപ്പറേഷൻ ഒന്നും കൂടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ ഒരു ഇൻപുട്ട് സൈഡ് വെച്ചിട്ട് ആ ഓപ്പറേഷൻ ഒന്നും കൂടി പറഞ്ഞു തന്നേ ഉള്ളൂ. അതായത് IC കൂടുന്ന സമയത്ത് ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്ത കാരണം ഒരു കോമ്പൻസേറ്റിംഗ് എഫക്റ്റ് ഉണ്ടായിട്ട് IB കുറയും. IB കുറഞ്ഞിട്ട് IB എന്ത് ചെയ്യും, ICനെ വീണ്ടും കുറക്കും. ഓക്കെ, സോ കമ്മിങ് ടു ദ ഔട്ട്പുട്ട് അനാലിസിസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് സർക്യൂട്ട് എങ്ങനെ വരും, ഈ ഒരു ഭാഗത്താണ് വരിക. അതായത് VCC, RC, VCE, ഗ്രൗണ്ട്, VCC, RC, VCE, ഗ്രൗണ്ട്, ഇങ്ങനെയായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് സൈഡ്. സോ ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ KVL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ VCC മൈനസ് ഇവിടെയുള്ള ടോട്ടൽ കറണ്ട് IC പ്ലസ് IB ആണ്. IC പ്ലസ് IB ഇൻറ്റു RC മൈനസ് ഇവിടെയുള്ള വോൾട്ടേജ് VCE വിച്ച് വിൽ ബി ഈക്വൽ ടു 0.
minus VCE, which will be equal to 0. So നമുക്ക് അതിൽ നിന്ന് വി സി എടുത്ത് എഴുതുകയാണെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ വി സി ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി പ്ലസ് ഐ ബി ഇൻറ്റു ആർ സി എന്ന് കിട്ടും. സോ നമുക്ക് തേർഡ് പാരാമീറ്റർ ആയ വി സിയും കിട്ടി. സോ വി സി ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ഇൻറ്റു ഐ സി പ്ലസ് ഐ ബി ഇൻറ്റു ആർ സി എന്ന് കിട്ടി. ഓക്കെ, സോ ഇഫ് ഐ സി വെരി മച്ച് ഗ്രേറ്റർ ദാൻ ഐ ബി ആണെന്ന് എടുക്കുകയാണെങ്കിൽ, കാരണം ഐ ബി എന്ന് പറഞ്ഞ ബയാസ് കറണ്ട് അത് വളരെ സ്മോൾ ആയിരിക്കും, മൈക്രോ ആംബിയർ റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. സോ ഐ സി ഇഫ് യു ആർ ടേക്കിംഗ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ഐ ബി, നമുക്ക് ഈ ക്വസ്റ്റനിൽ ഐ ബി എന്ത് ചെയ്യാം, നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. സോ വി സി ക്യാൻ ബി അപ്രോക്സിമേറ്റ്ലി റിട്ടേൺ ആസ് വി സി സി മൈനസ് ഐ സി ആർ സി, വി സി സി മൈനസ് ഐ സി ആർ സി എന്ന് എഴുതാം. സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് അനാലിസിസ്. സോ ഇൻപുട്ട് അനാലിസിസും ഔട്ട്പുട്ട് അനാലിസിസും നടത്തിയിട്ട് നമ്മൾ ഐ ബി, ഐ സി, വി സി കണ്ടുപിടിച്ചു. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി സി ലോഡ് ലൈൻ പാരാമീറ്റർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പാരാമീറ്റർ എഴുതാൻ പറ്റും, ഇക്വേഷൻ വഴി എഴുതാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ഓപ്പറേഷൻ നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഇവിടെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള പറഞ്ഞു. അത് നമുക്ക് പല രീതിയിൽ പറയാം. ഇപ്പോൾ വേറൊരു രീതിയിൽ അത് പറയുകയാണെങ്കിൽ, ഇഫ് there is a change in beta due to transistor replacement, അതായത് ട്രാൻസിസ്റ്റർ റീപ്ലേസ്മെന്റ് കൊണ്ട് ബീറ്റയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായി, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഐ സി ഒ ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഐ സി ഒ ഇൻക്രീസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐദർ ബീറ്റ മാറുന്ന സമയത്ത് അല്ലെങ്കിൽ ഐ സി ഒ കൂടുന്ന ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഐ സി ഒ കൂടുന്ന സമയത്ത് രണ്ട് കേസിൽ എന്ത് സംഭവിക്കും, ഐ സി കൂടും അല്ലെ, ഐ സി കൂടും. ഐ സി കൂടുന്ന സമയത്ത് നോർമലി നമ്മുടെ ക്യൂ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യണം അല്ലെ. സോ ഐ സി നമുക്കറിയാം, ഐ സി is equal to ബീറ്റ ഐ ബി പ്ലസ് ഐ സി ഇ ഒ. സോ ബീറ്റ കൂടിക്കഴിഞ്ഞാലോ ഐ സി ഇ ഒ കൂടിക്കഴിഞ്ഞാലോ ഐ സി കൂടും. ഓക്കെ, ഓൾസോ വി സി ഇ നമുക്കറിയാം, ഔട്ട്പുട്ട് റിലേഷൻ ഔട്ട്പുട്ട് അനാലിസിസ് നടത്തിയ സമയത്ത് വി സി ഇ എന്ന് പറയുന്ന വാല്യൂ എന്താ നമുക്ക് കിട്ടിയത്, വി സി സി മൈനസ് ഐ സി പ്ലസ് ഐ ബി ഇൻറ്റു ആർ സി അല്ലെ. വി സി ഇ ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി പ്ലസ് ഐ ബി ഇൻറ്റു ആർ സി എന്നാണ് നമുക്ക് കിട്ടിയത്. ദെൻ ഇഫ് ഐ സി ഇൻക്രീസസ്, ഇവിടെ നമ്മൾ ഐ സി കൂടി പറഞ്ഞു, ഐ സി കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് കൂടുമല്ലോ, ഈ ഒരു പാർട്ട് കൂടും, ഐ സി പ്ലസ് ഐ ബി ഇൻറ്റു ആർ സി എന്ന പാർട്ട് കൂടും. സോ അൾട്ടിമേറ്റ്ലി വി സി എന്ത് സംഭവിക്കും, വി സി കുറയും, കാരണം വി സി സി മൈനസ് ആണ് ഈ വാല്യൂ. സോ വി സി എന്ത് സംഭവിക്കും, വി സി വിൽ ബി ഡിക്രീസിങ്. ഓൾസോ വി സി ബി എന്താന്നുള്ളത് നമുക്കറിയാം, വി സി ബി ഈക്വൽ ടു വി സി ഇ പ്ലസ് വി ബി ഇ ആണ്. വി സി ബി എന്ന് പറയുന്നത് ഈ ഒരു വി സി ബി, വോൾട്ടേജ് അക്രോസ് ദിസ് കളക്ടർ ബേസ് ടെർമിനൽ, വി സി ബി വിച്ച് വിൽ ബി ഈക്വൽ ടു വി സി ഇ പ്ലസ് വി ബി ആണ്. വി സി ഇ പ്ലസ് വി ബി ആണ് നമ്മുടെ വി സി ബി എന്ന് പറയുന്നത്. സോ നമുക്കറിയാം വി സി ഇ കുറഞ്ഞു, വി സി ഇ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, അൾട്ടിമേറ്റ്ലി വി സി ബി കുറയും അല്ലെ. വി സി ഇ കുറഞ്ഞു കഴിഞ്ഞാൽ വി സി ബി കുറയും. ഇത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ അത് എവിഡന്റ് ആണ്, വി സി ബി കുറയും. അപ്പോ വി സി ബി ഐ ബി എന്ന് പറയുന്നത് എന്താ, വി സി ബി ബൈ ആർ ബി ആണ്. ഐ ബി എന്ന് പറയുന്ന ബേസ് കറണ്ട് വിച്ച് വിൽ ബി ഈക്വൽ ടു വി സി ബി ബൈ ആർ ബി ആണ്. സോ വി സി ബി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഐ ബി കുറയും അല്ലെ, ഐ ബി കുറയും. സോ ഐ ബി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഐ സി വീണ്ടും കുറയും. സോ എന്താ, ഒരു കോമ്പൻസേഷൻ എഫക്റ്റ് അവിടെ നടന്നു അല്ലെ. ഈ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട് ഒരു കോമ്പൻസേഷൻ എഫക്റ്റ് അവിടെ നടന്നു. Thus, with the decrease in base current, the circuit tends to maintain stable value collector current. അതായത് ഐ ബി കുറച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഐ സിനെ കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു സ്റ്റേബിൾ കളക്ടർ കറണ്ട് ആയിട്ട് നിലനിർത്തും. സോ കീപ്പിംഗ് ദ ക്യൂ പോയിന്റ് ഫിക്സഡ്, ക്യൂ പോയിന്റ് നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ this is the operation of collector to base bias circuit. Then coming to the advantages, what are the advantages? One is circuit is simple, it uses very few components. അതായത് നമ്മൾ നേരത്തെ കണ്ട ഫിക്സഡ് ബയാസ് സർക്യൂട്ടിലുള്ള സെയിം കോമ്പണൻസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തത്. സോ സർക്യൂട്ട് വളരെ സിമ്പിൾ ആണ്, ഇറ്റ് ഈസ് യൂസിങ് ഓൺലി ഫ്യൂ കോമ്പണൻസ്. ദെൻ ബെറ്റർ സ്റ്റെബിലൈസേഷൻ ദാൻ ഫിക്സഡ് ബയാസ് സർക്യൂട്ട്. ഇവിടെ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്, ബെറ്റർ സ്റ്റെബിലൈസേഷൻ, ക്യൂ ഫാക്ടർ സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ ക്യൂ പോയിന്റ് സ്റ്റെബിലൈസേഷൻ ബെറ്റർ ദാൻ ഫിക്സഡ് ബയാസ് സർക്യൂട്ട് ആണ്.
Then coming to the disadvantages, പുവർ സ്റ്റെബിലിറ്റി ആസ് സ്റ്റെബിലിറ്റി ഫാക്ടർ ഈസ് ഹൈ. ഈ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. സോ ഈ സ്റ്റെബിലിറ്റി ഫാക്ടർ കൂടിയത് കൊണ്ട് ഇവിടെ പുവർ സ്റ്റെബിലിറ്റി ആണ് ഉള്ളത്. സോ ഇത് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ഡിസഡ്വാൻറ്റേജ്, അതായത് കലക്ടർ ടു ബേസ് ബയാസ് സർക്യൂട്ടിന്റെ വൺ ഓഫ് ദ മേജർ ഡിസഡ്വാൻറ്റേജസ് പുവർ സ്റ്റെബിലിറ്റി ഡ്യൂ ടു സ്റ്റെബിലിറ്റി ഫാക്ടർ ഈസ് ഹൈ. സ്റ്റെബിലിറ്റി ഫാക്ടർ കൂടിയത് കൊണ്ട് പുവർ സ്റ്റെബിലിറ്റി ആണ്. And since it provides negative feedback through RB, the gain of the amplifier is reduced. അതായത് ക്യൂ പോയിന്റ് നമുക്ക് സ്റ്റേബിൾ ആയിട്ടൊക്കെ നിർത്താൻ പറ്റും. ഓക്കെ, ബട്ട് ദ ഓവറോൾ ട്രാൻസിസ്റ്റർ ഗെയിൻ, നമ്മുടെ ആംപ്ലിഫയറിന്റെ ഗെയിൻ ഈസ് റെഡ്യൂസ്ഡ് ഡ്യൂ ടു ദ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആർ ബി. ഈ ആർ ബി എന്ന് പറയുന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക് റെസിസ്റ്റർ കൊണ്ട് നമ്മുടെ ഓവറോൾ ആംപ്ലിഫയറിന്റെ ഓവറോൾ ഗെയിൻ കുറയുന്നുണ്ട്. സോ അതും ഒരു ഡിസഡ്വാൻറ്റേജും ആണ്. So this is all about collector to base bias circuit. So in the next class we will be discussing about voltage divider bias. Okay, so thank you.